പത്തനംതിട്ട റാന്നി നിയോജകമണ്ഡലത്തിൽ കൊട്ടിക്കലാശം ഒഴിവാക്കി UDF സ്ഥാനാർത്ഥി പഴകുളം മധു. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കൊട്ടിക്കലാശം ഒഴിവാക്കിയുള്ള UDFന്റെ പ്രതിഷേധം. വിവരങ്ങളുമായി ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്നും ചേരുന്നത്. ഷിജോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഈ മനുഷ്യനിർമ്മിത പ്രളയത്തിന് റാന്നി മറുപടി നൽകും എന്ന പേരിലാണല്ലോ ഇപ്പൊ ഈ ഒരു സമരം. ക്രിസ്റ്റിന ഗോകുൽ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട റാന്നിയിലെ ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിലാണ്. 2018 ഓഗസ്റ്റ് 14 പ്രളയത്തിൽ ഈ പ്രദേശത്ത്, അതായത് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലമടക്കം വലിയ തരത്തിൽ വെള്ളം കയറി മുങ്ങിപ്പോയതാണ്. ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളടക്കം വെള്ളത്തിലായത് എല്ലാവരും, കേരള പൊതുസമൂഹം മുഴുവൻ കണ്ടതാണ്. അന്നത്തെ പ്രളയത്തിൽ ഏറ്റവും അധികം ബാധിക്കപ്പെട്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് റാന്നിയാണ്. റാന്നിയിലെ ഒട്ടുമിക്ക വ്യാപാര സ്ഥാപനങ്ങളിലും കടകളിലും അതുപോലെ വീടുകളിലുമെല്ലാം വെള്ളം കയറുകയും അത് മുങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ആ പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടുകൂടി, അതിന് മാത്യു കുഴൽനാടൻ ആ വിവരം പുറത്തുവിട്ടതോടുകൂടി വലിയ പ്രതിഷേധം കേരളത്തിൽ വ്യാപകമായിട്ടുണ്ടാവുകയാണ്. ആ 2018 ഓഗസ്റ്റ് മാസം 14 പ്രളയം ഏറ്റവും അധികം ബാധിക്കപ്പെട്ട റാന്നി നിയോജകമണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി പഴകുളം മധുവിന്റെ നേതൃത്വത്തിൽ ഈ റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിൽ UDF പ്രവർത്തകർ നേതാക്കൾക്കൊപ്പം കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണ്, റാന്നി മറുപടി നൽകും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് റാന്നിയിലെ ജനങ്ങൾ മറുപടി നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പഴകുളം മധുവിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ UDF പ്രവർത്തകർ കുത്തിയിരുന്ന് ഒരു പ്രതിഷേധം നടത്തുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊട്ടിക്കലാശം അടക്കം ഒഴിവാക്കിയുള്ള ഒരു കുത്തിയിരിപ്പ് സത്യാഗ്രഹ സമരത്തിലേക്ക് പോയിട്ടുള്ളത്? 2018 പ്രളയം ഏറ്റവും കൂടുതൽ നാശമുണ്ടാക്കിയത് റാന്നിയിലാണ്. 10,000 കോടി രൂപയുടെ നഷ്ടം ഇവിടെ ഉണ്ടായി. എല്ലാവരുടെയും സ്വത്തുക്കൾ നശിച്ചുപോയി. ഏറ്റവും പാവം പിടിച്ച കുടിൽ താമസിക്കുന്ന ആൾ മുതൽ കൊട്ടാര സദൃശമായ ഭവനങ്ങളിലുള്ളവർ വരയ്ക്ക് ഈ പ്രളയത്തിന് ദുരന്തം അനുഭവിക്കേണ്ടി വന്നു. റാന്നിയിലെ വ്യാപാരികൾ ഒന്നടങ്കം തീർച്ചയായും പമ്പയുടെ തീരത്ത് വലിയ നാശനഷ്ടം ഉണ്ടായതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന്റെ അവസാന നിമിഷം ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അതിന് മറുപടി പറയാൻ അവസരം ഇല്ല എന്നതൊക്കെ മാത്യു ടി തോമസ് അടക്കം പറയുന്നുണ്ട്. പക്ഷേ ഈ ഏറ്റവും ഒടുവിൽ വരെ ഇത് എന്തുകൊണ്ട് കാത്തുവെച്ചു എന്നതും ഒരു സംശയമായി ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും പമ്പയുടെ തീരത്ത് പല മണ്ഡലങ്ങളിലും ഇനിയും പ്രചരണത്തിന് ഈ വിഷയം ഉയർന്നു വന്നേക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.